വെളിച്ചെണ്ണയ്ക്ക് തീ പിടിച്ച വില അത്രേ. അപ്പൊ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചിക്കൻ വറുത്ത് പൊരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിലോ? അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റെഡി കഴിഞ്ഞ ദിവസം അമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ നാട്ടിൽ ഈ പശുവിൻ്റെ നെയ്യ് കൊണ്ടുവന്നിട്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത് ഉരുക്കി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. ഇപ്പോൾ നീ കാണിച്ചിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നെയ്യ്, അതായത് പശുവിൻ്റെ വെട്ട് നെയ്യ് ഉരുക്കിയിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് സൂപ്പറായിട്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഡീപ് ഫ്രൈനെ നിങ്ങൾ ഇതിന് മാത്രം പേടിക്കേണ്ട കേട്ടോ. കാശ് ഈ കുറവുള്ള പരിപാടി നോക്കാം. പക്ഷേ ഡീപ് ഫ്രൈനെ നമ്മൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ എന്താ പറയുക, എയർ ഫ്രയർ ഒന്നും മേടിക്കണ്ട. ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഇത്ര വലിയ ഉപദ്രവമുള്ള സാധനം എന്നല്ല. നമ്മൾ കടയിൽ നിന്ന് പോയി മേടിക്കുമ്പോഴാണ് ഡീപ് ഫ്രൈ ഒക്കെ ഒരുപാട് പ്രോബ്ലം ആവണം. ഇഫ് യു ആർ യൂസിങ് നല്ല, ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കൊടുത്തിട്ട് ഡീപ് ഫ്രൈ ചെയ്യുന്നത് ഇതിന് മാത്രം പേടിക്കണ്ടെന്നുണ്ട്. ഞാൻ എല്ലാവരെയും പേടി മാറ്റി കൊടുക്കും. അന്തമാരി ഹാൾ മറ്റേ ഞാൻ മറ്റേ ചാത്തനെ പോകുന്ന പറഞ്ഞാൽ പേടി മാറ്റാൻ അവിടെ കുരിശൊക്കെ അടിച്ചിട്ടാ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് ടെക്നിക്ക് കാട്ടിത്തരാം. ഒന്ന് വളരെ കുറച്ച് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്യുന്ന ടെക്നിക്കും, അതുപോലെ തന്നെ ചിക്കൻ്റെ കാല് എങ്ങനെയാണ് ഡീബോൺ ചെയ്യുക, അല്ലെങ്കിൽ ആ ബോണ് ഭംഗിയായിട്ട് ഊരിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ട് സംഭവം. ആദ്യം നമുക്ക് ഒരു ഫുൾ ലെഗ് ഊരിയെടുത്തതിന് ശേഷം ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. ഈസി. ഇറ്റ് വോണ്ട് ടേക്ക് എന്താ പറയുക 15 മിനിറ്റ് പോലും എടുക്കില്ല ചേട്ടാ മൊത്തം പരിപാടി. ഓക്കെ, ഫുൾ റെഡി. വി ഗോട്ട് ചിക്കൻ ഹിയർ. ചിക്കൻ്റെ മുഴുവൻ ലെഗ് ഞാൻ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ ലെഗ്. ചിക്കൻ ഒരിക്കലും വാഷ് ചെയ്യരുത്. നെവർ വാഷ് ചിക്കൻ. ഓക്കെ, എസ്പെഷ്യലി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ ഒരിക്കലും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. യു ക്യാൻ സ്ട്രെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ചിക്കൻ. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മുകളിൽ തൊലിയുണ്ട്. നമുക്ക് തൊലി വേണം കേട്ടോ. എൻ്റെ മുടി വേണ്ട. ലേശം മുടി വീണെടുക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനെയാണ് നിങ്ങൾ കാല് മേടിക്കുന്നത് എങ്കിൽ ഈ നട്ടലിൻ്റെ ഭാഗം വരുന്ന ഈ ഭാഗം നമുക്ക് ഇതിൻ്റെ ആദ്യം ഊരിയെടുക്കണം. ചിലപ്പോൾ നാട്ടിൽ എന്ത് ചെയ്യും, ഈ ഭാഗം ഇങ്ങനെ, അതായത് ഫുൾ കോഴീനെ കിട്ടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്നാപ്പ് ചെയ്തിട്ടാണ് കിട്ടുക. കണ്ട, ഇവിടെ സ്നാപ്പ് കണ്ട, ഈ സ്നാപ്പിലാണ് കിട്ടുക. അപ്പം നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്യേണ്ട. ഓൾറെഡി ഇങ്ങനെയാണ്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ സാധനം റിമൂവ് ചെയ്യണ്ട കേട്ടോ. സോ ഇത് ചിക്കൻ ലെഗ് ഇങ്ങനെ കമത്തി വയ്ക്കുക. ഓക്കെ, ഈ ബാക്ക്, അതായത് പെൽവിക് ബോണിൻ്റെ ഭാഗം നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ ആദ്യം. ഓക്കെ, ഇങ്ങനെ കത്തി ഇങ്ങനെ പതുക്കെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മൾ ഈ അടിയിൽ നിന്ന് ഞെക്കി കാണിച്ച ഭാഗമല്ലേ, ആ എല്ല് പീസ് കൂടെ കാണാൻ പറ്റും. കണ്ട, ഈ എല്ല് പീസിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഈ കത്തി ഇങ്ങനെ വിട്ടാൽ ഈ ബോൺ പീസ് ഇങ്ങോട്ട് കിട്ടി. ഈ എല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് സൂപ്പ് ഉണ്ടാക്കാം, പ്രസവം കഴിയാത്ത ആൾക്കാർക്കും സൂപ്പ് ഉണ്ടാക്കാം, പ്രസവം ഉണ്ടാക്കണവർക്കും സൂപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഭാഗം മൂരി കിട്ടി. ചിലപ്പോൾ നാട്ടിൽ നമുക്ക് ഈ ഭാഗം ഇല്ലാണ്ടാണ് വരിക. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഈ നീര സൈഡിൽ നിന്ന് ചേർത്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മുറിക്കുക. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഈ ഡ്രം സ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ മുറിക്കുക. കണ്ടോളെ അല്ല, നിനക്ക് കാണണ്ടോന്ന് അറിയാനാ? നിനക്ക് കാണില്ലേ? ഓക്കെ, എന്നിട്ട് ഈ നീര് അവിടെ കുറച്ച് ലിഗ്മെന്റ്സും ടെൻഡൻസും ഒക്കെ ഉണ്ട്. ആ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിക്കട്ടാ. നാട്ടിൽ ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ടുള്ള ചിക്കനാണെന്ന് വെച്ചെങ്കിൽ ഇത്ര പെട്ടെന്ന് മുറിഞ്ഞു വരാൻ സാധ്യതയില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനിയുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇത് ഈ സെൻറ്റർ ബോണില്ലേ, ഈ ജോയിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് കത്തി ഒന്നിങ്ങനെ താത്തി കൊടുക്കുക. ഓക്കെ, ഈസി. ഇനി ചെയ്യേണ്ട ഭാഗമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിനെ നേരെ ഇങ്ങനെ സ്നാപ്പ് ചെയ്യണം, ഇങ്ങനെ പൊക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ മടക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ മടക്കണം. എന്നിട്ട് നമ്മളത് കണ്ട അവിടെ നേരത്തെ മുറിച്ച് വെച്ച ആ എല്ല് പീസ് ഇല്ലേ, എല്ല് പീസിന് ഇങ്ങനെ ചെറിയ ഒരു വട്ടം കൊടുക്കുക. എന്നിട്ട് ഇതേ പതുക്കെ പുള്ളിയുക. അപ്പോൾ മീറ്റ് കൂടുതൽ ഇതിൻ്റെ ഒപ്പം പോരുന്നുണ്ട് വെച്ചെങ്കിൽ ചെറുതായിട്ട് ഈ മീറ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ നല്ല സൂപ്പറായിട്ട് ഫോൾ ഓഫ് ദ ബോൺ, ഈ ബോൺ ഇങ്ങോട്ട് കിട്ടും. കണ്ടാ എല്ല് എൻ്റെ എല്ലാണോ പടുത്ത് കാണും ഇപ്പോൾ അത്. അപ്പോൾ നമുക്ക് നേരത്തെ എല്ലും ഈ എല്ലും കിട്ടിയില്ലേ, സോ മാറ്റി വെച്ചു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതേ ഭാഗം കിട്ടിയേ കണ്ടാ, ഈ ഭാഗം പോയില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്കിൽ ഈ നമ്മുടെ കാലിൻ്റെ ഭാഗം വരുന്നില്ലേ, ഈ ഭാഗം ഇവിടെ കത്തി തിരിച്ചു വെച്ചിട്ട് ഒറ്റ കൊട്ട്. ഓക്കെ, ദേ പാബേൽ എല്ല് ആബേൽ എന്ന് പറഞ്ഞപ്പോൾ ആബെല്ല് വീണ്ടും നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു പുഷ് ചെയ്യണം. എല്ലിനെ പുറത്തേക്ക് തള്ളണം. ഇവിടെ ഇതിൻ്റെ സൈഡിലൊരു കുഞ്ഞനെല്ലും കൂടി ഉണ്ട്. ഇങ്ങനെ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതെ, ഇവിടെയാണ് ആ എല്ലിരിക്കണേ. ഇതേ കണ്ടാ ആ എല്ലും കൂടെ ഇങ്ങനെ കിഴിക്കുക. ഇങ്ങനെ ഞെക്കുക. ശരിക്കും വലിക്കുകയാണ് നമ്മൾ ചെയ്യണേ. ദെൻ വാട്ട് യു ഡു, ഇങ്ങനെ കവർ ചെയ്യുക.
കണ്ട, ഇപ്പം നോക്കിയേ, ഈ എല്ല് പീസ് കിട്ടി, ഈ എല്ല് പീസ് കിട്ടി, ദെൻ പെൽവിക് ബോൺ 3 കിട്ടിയില്ല, ഈസി. ഇനി ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ ബോൺലെസ് ചിക്കൻ പീസ് നോക്കിയേ, ബ്യൂട്ടിഫുൾ. ഇപ്പുറത്ത് നോക്കിയേ, നല്ല സ്കിന്ന് കണ്ട. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എല്ലുള്ള ഈ ഭാഗം കളയാട്ടെ, ഞാൻ കളയണില്ല, വേറെ ഒന്നിനുമല്ല, ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സോ ഈസി. അപ്പോൾ ചിക്കൻ ഡീബോൺ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഭാഗം തന്നെ കണ്ടാൽ മതി എങ്ങനെയാണ്, വളരെ ഈസിയാണ്. പിന്നെ ആ ടെക്നിക്സ് ഒന്ന് നോക്കിക്കോളൂ. അഗെയിൻ ഫ്രഷ് ചിക്കൻ ആണെന്നുവെച്ചെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ചിക്കൻ ഒരെണ്ണം മുഴുവൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഡീബോൺ ചെയ്താൽ മതി, കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മളിന്ന് 2 സ്റ്റൈലിലാണ് ചെയ്യണത്. ഒരെണ്ണം തന്തൂരി ചിക്കൻ പോലത്തെ റെഡ് കളറൊക്കെ ഇട്ടിട്ട് അവസാനം സ്പൈസസ് ഇട്ട് ചെയ്യുന്ന ഒരു മെത്തേഡും, പിന്നെ ഒരെണ്ണം സാധാ ഏഷ്യൻ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ തന്തൂരി സ്റ്റൈലിലേക്കുള്ളതിലേക്ക് ഞാൻ കുറച്ച് ബുഷിൻ്റെ റെഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഓപ്ഷനിലാണേ, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഓക്കെ, ഞാൻ യൂഷ്വലി ഇവിടെ കളേഴ്സൊന്നും യൂസ് ചെയ്യാറില്ല. കളറിനെ പേടിച്ചിട്ടല്ല, നമ്മൾ ആക്ച്വലി എനിക്ക് അതിൻ്റെ സ്കിൻ കളർ ഇഷ്ടം. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഞാൻ ഇതിലേക്ക് മുക്കിയിട്ടു. എന്താ കളറ്, ചുണ്ട് വരെ ചുമക്കുമ്പോടെ തത്തമ്മ ചുണ്ടേ. ഏഷ്യൻ സ്റ്റൈൽ ചിക്കൻ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വാർക്കുമ്പോൾ കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്നുള്ളത്. കമൺ കൊണ്ട, ലെറ്റ്സ് ഫ്രൈ ദിസ് ആൻഡ് ഈസി കുക്കിംഗ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മുടെ എല്ലില്ലേ, ആ എല്ലും കുറച്ച് വെള്ളം കൂടിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നു. ഇത് ഇനി ഇവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ പതുക്കെ സിമർ ആവട്ടെ. ദെൻ യു ഗെറ്റ് എ നൈസ് ടോക്ക്. യു ഡോണ്ട് നീഡ് ടു ഈറ്റ് എനിത്തിങ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നൗ നമ്മുടെ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചൂടല്ല, കോൾഡ് പാനാണ്. ഞാൻ ഇപ്പോൾ ഓൺ ആക്കണേ ഉള്ളൂ. തീ വളരെ കുറച്ച് വെച്ചു അറ്റ് ദ മൊമെൻറ്റ്. ഇവിടെ വെളിച്ചെണ്ണ 1 സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കട്ടയാണ് കേട്ടോ, അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതൊരു സ്പൂണാണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ കൂടുതൽ എടുത്തു നിങ്ങൾ വിചാരിക്കണം, ഓ തീ കൈ പൊള്ളിയിട്ടാ. ഓക്കെ, ഏതാണ്ട് ഒരു 10 to 15 മില്ല് കാണുമായിരിക്കും കേട്ടോ. ഇത് ഒന്ന് നമ്മൾ ചട്ടിയിൽ ഇവനൊന്ന് പരത്തി മീഡിയം ജസ്റ്റ് ചൂടായി തുടങ്ങിയിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കനെ അങ്ങോട്ട് ഇട്ടു. ഈ ചിക്കൻ്റെ ഈ സാധനം ഫാറ്റാണ്. പതുക്കെ ചൂടായി വരുമ്പോൾ ഈ ഫാറ്റും കൂടെ റെൻഡറായിട്ട് ഈ എണ്ണയുടെ കൂട്ടത്തിൽ ഇത് കൂടി വരും. അതുകൊണ്ട് നമുക്ക് ചിക്കൻ്റെ ഫാറ്റ് ഉപയോഗിക്കാം. ഇത്ര വെളിച്ചെണ്ണ മതി. ഇനി നിങ്ങൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയോ എണ്ണ പരക്കണത് കേട്ടോ. ഇനി വി ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട്, ദാറ്റ്സ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു കനം കയറ്റി വെക്കണം. നോ മസാല, നോ സ്പൈസസ് നീഡഡ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരു 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്തിട്ടാ. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ മറച്ചിടാൻ. ഇതിപ്പോൾ ഏതാണ്ട് 2 മിനിറ്റ് ആയിട്ടാ. നമുക്കിതിൻ്റെ അതർ സൈഡ് നോക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ടു ഗുഡ്, വെരി നൈസ്, വെരി നൈസ്, ഈസി കുക്കിംഗ്. ഇതിൽ ഓയിൽ നോക്കിയേ, ഈ ഫാറ്റ് മെൽറ്റായി വന്നിട്ടുള്ള ഓയിൽ നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ ഉണ്ടാകുന്ന ഓയിൽ നോക്കിയേ. അവിടെ ഇരിക്കട്ടെ. നൗ ഒന്നും കൂടി ഒരു സൈഡും കൂടി അമർത്താം. ഈ സൈഡ് അധികം നേരം അമർത്തണ്ട കേട്ടാ. ആ സൈഡും 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ 4 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടി മറച്ചിടാൻ പോവാണ്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എത്രയെന്ന് നോക്കാം. 72 എൻ്റെ എബവ് സേഫാണ് കേട്ടോ. സോ ലെറ്റ് സി എത്രയുണ്ടാവുമെന്ന്. 4 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ എല്ലുള്ള ഭാഗം വേണം നോക്കാനായിട്ട്. നോക്കിയേ, 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ 76 ഡിഗ്രി ആയി. സോ ഇറ്റ്സ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. 5 മിനിറ്റ്സ് പോലും വേണ്ട കേട്ടോ കുക്ക് ആവാനായിട്ട്. ഏത് ഏരിയ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കംപ്ലീറ്റ്ലി കുക്ക്ഡ് ചെയ്യോ. ഓക്കെ, ഇനഫ്. ഡു നോട്ട് ഓവർ കുക്ക് അവർ ചിക്കൻ. ഐ എം ഡൺ വിത്ത്. Lovely. So less than 5 minutes our chicken thighs is ready. Now same pan, നമ്മുടെ തന്തൂരി ചിക്കൻ. ലിറ്റിൽ ബിറ്റ് ഉപ്പ്. നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നോക്കിയേ, നൗ നമുക്ക് ഈ 2 ചിക്കനും ഒരുമിച്ച് പ്രസ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചു. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടോ നമ്മുടെ തന്തൂരി ചിക്കൻ. Okay, let's see. Okay, beautiful tandoori. Some more salt on the top. 1 more minute, pan on. Data. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും. നോക്കിയോ, ബ്യൂട്ടി. നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ ചെക്ക് ചെയ്യണം. അഗെയിൻ
ഞാൻ നിങ്ങൾക്കിത് ഇത്ര പെട്ടെന്ന് വെന്തിട്ടുണ്ടാവുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. തൊട്ട് നോക്കി നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഓൾമോസ്റ്റ് അഗെയിൻ ചിക്കൻ ആയ കാരണം ഇതൊക്കെ 77.7 4 മിനിറ്റ് 4.5 മിനിറ്റ് ആയിട്ടുള്ളൂ. 79 ആയി തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. ബട്ടറിൻ്റെ ആവശ്യമില്ല, എനിക്ക് ബട്ടർ ഇഷ്ടമായ കാരണമെന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. അതൊക്കെ ഓൾറെഡി നൈസ് ക്രിസ്പി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു ലേശം ബട്ടർ ഇതിന് വേണ്ടി മാത്രം ചേർക്കുന്നുണ്ട്. കണ്ടായിരുന്നോ? ഓക്കെ, യു നോ ഐ ലവ് ബട്ടർ. Beautiful. Wow. Okay, done. Cooking finito. തന്തൂരി ചിക്കൻ പേരിട്ട് വിളിക്കണമെന്നുള്ള കേട്ടോ. ചുമന്ന ചിക്കൻ. ഓക്കെ, ലുക്ക് അറ്റ് ദ ചിക്കൻ സ്കിൻ. കണ്ടാ? നൈസ്. ഓക്കെ, ഞാൻ ഇനി എടുത്തിട്ട് ഇതുകൂടെ വയ്ക്കാം. ലുക്ക് അറ്റ് ദിസ്. നോക്കിയേ, ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ് ചിക്കൻ. എല്ലാം നമ്മൾ ചെയ്ത് ലുക്ക് അറ്റ് ദാറ്റ്. ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടി. ഇനി നമ്മുടെ പ്ലെയിൻ ചിക്കൻ എടുത്ത് നോക്കിയേ. ഇതിൻ്റെ മുകളിൽ ക്രിസ്പിനെസ് നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? വല്ല മൈദയോ കുയ്തയോ ഒരു സാധനവും ഇല്ല. ഈവൻ മാരിനേഷൻ പോലും ഇല്ല. ഇതിൽ കുറച്ച് ജ്യൂസ് ഉണ്ട്. ഇത് വേണം നമുക്ക് റൈസിലേക്ക് ഉപയോഗിക്കാനായിട്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ 3 ബ്യൂട്ടിഫുൾ ചിക്കൻസ്. ഈസി ടു കുക്ക്. എത്ര സമയം വേണം? എല്ലാം ചെയ്തത് നമ്മളല്ലേ. ലുക്ക് അറ്റ് ദിസ്. ആ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് അതാക്കി ഇതാക്കി സമയം നേരം കൊണ്ട് ഇത്രയും നല്ല സൂപ്പറായിട്ട് പിള്ളേരൊക്കെ നല്ല മണക്കാന്ന് അടിക്കും ഈ സാധനം. ആ ജ്യൂസി. ഇതിൻ്റെ മുകളിൽ ജ്യൂസ് ഒറ്റി വീണുണ്ട. സ്റ്റിൽ മീൻസ് മെയിൻറ്റെയിനിങ് ഓൾ ദ മോയ്സ്ചേഴ്സ് ഇൻസൈഡ്. കണ്ട, ഓവർ കുക്കായി കഴിഞ്ഞാൽ ഈ മോയ്സ്ചർ ഒന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ചോപ്പിംഗ് ബോർഡ് നിങ്ങൾ നോക്കിക്കേ. ഇതിൻ്റെ മുകളിൽ ജ്യൂസ് കണ്ട. ബ്യൂട്ടിഫുൾ സോസ്. ഇനി ഞാനിതിനെ സ്ലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ, നമ്മുടെ തന്തൂരി ചിക്കനെ. കണ്ട? ഓ ഹോ 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 ലുക്കാ. തന്തൂരി അല്ല. ഞാൻ ആ ചുമന്ന് ന്യൂസിലാൻഡിൽ തന്തൂരി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. റിയൽ തന്തൂറിൻ്റെ ഉള്ളിൽ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ആ കോൺസെപ്റ്റിനെ വെറും 4 മിനിറ്റിൻ്റെ ഉള്ളിലാക്കിയതല്ലേ. എന്നിട്ട് നീ ഇത് നോക്ക് നീയേ. ഞാൻ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ പ്ലീസ്. അഹങ്കാരം നിങ്ങൾ വിചാരിക്കുക. ഇത് നോക്കിയിട്ടാ ഞാൻ ഈ ഒരു പീസ് കഴിക്കട്ടാ. ഓക്കെ, ഇത് നോക്കിയാൽ ഇതിൽ എന്താ ഉള്ളത്? ജസ്റ്റ് ഉപ്പ്, റെഡ് കളർ, നത്തിങ് എൽസ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ജ്യൂസ് ആൻഡ് ലവ്. You can feel the chicken only. ഇതിന് ജ്യൂസ് ചാടിയതാണ്. ഈവൻ ബോണ്ട് ഉള്ളു വരെ 4 minutes മാൻ. ഏജ്ഡ് ചിക്കൻ, പഴകിയ ചിക്കൻ. ഓക്കെ, we supposed to eat old chicken, not fresh chicken. Fresh chicken not good. Fresh meat no good. ഇത് നമ്മുടെ മറ്റേ ചിക്കൻ പീസ് കൂടി ഉണ്ട്. ഞാൻ അതും കൂടെ സ്ലൈസ് ചെയ്യുന്നുണ്ട്. നൈസ് ആൻഡ് ജ്യൂസി ചിക്കൻ. ഇതൊക്കെ നോ ഡ്രൈ, നൈസ് ഫാറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ ഈ ചിക്കനായി. ഇനി നമ്മുടെ ഏഷ്യൻ ചിക്കന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ ചിക്കൻ ട്ടാ. ദിസ് ഈസ് ഓൾസോ കുക്ക്ഡ് ഇൻ ടു പെർഫെക്ഷൻ. വാ, നമുക്കിനി ഇതിനെ പെട്ടെന്നൊന്ന് ഒരു സെറ്റപ്പാക്കി കാട്ടിത്തരാം ഞാൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതിനിപ്പോൾ ഒറ്റ ഫ്ലേവറോ തന്തൂരിയുടേതായിട്ട് യാതൊരു സംഗതിയില്ലല്ലോ. അഗെയിൻ വി ഗോണ ഡു സംതിങ് ഡിഫറൻറ്റ്. ഇതേ നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിക്കുന്നില്ലേ, ആ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബൗളിലേക്ക് ആ ചിക്കൻ ഇട്ടാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ചിക്കൻ ഗോയിങ് ഇൻ. കുറച്ച് ചാറ്റ് മസാല. അപ്പോൾ ഈസി ആയിട്ട് ആ ഒരു തന്തൂരിയുടെ ഒരു ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് ചാറ്റ് മസാലയ്ക്ക് സാധിക്കും. ഒരുപാട് ഇടണ്ട. ചിലർക്ക് ഈ ബ്ലാക്ക് സോൾട്ടിൻ്റെ ഒരു മണം അത്ര ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർ കുറച്ച് അധികം ഇട്ടോളെ. കുറച്ച് സാലഡ്, എന്താണ് ഗ്രീൻ ചില്ലി, ടൊമാറ്റർ, കുറച്ച് ആനിയൻ. ഓക്കെ, സാലഡ് ഇഷ്ടമുള്ളവർ പല ടൈപ്പിലുള്ള സാലഡുകൾ ഇട്ടോ. ക്യാബേജ് ഇടാം, ക്യാരറ്റ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഓക്കെ,
ദെൻ കുറച്ച് കൊറിയാണ്ടർ, കുറച്ച് ലിമോൺ. എന്നിട്ട് നിങ്ങൾ പറയട്ടാ ഇത് തന്തൂരി ചിക്കൻ അല്ല എന്ന് പറയട്ടാ. പാനിൽ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയ ലോകത്തിലെ ആദ്യത്തെ ഊടായ്പനായിരിക്കും ഞാൻ, അല്ലേ? തന്തൂരിയുടെ മണം ഇത്ത. ഇനി നമ്മളെന്താ ചെയ്യണം വെച്ചെങ്കിൽ ഇതേ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചു. കൊണ്ട ബൗൾ കാണണ്ട, പ്ലേറ്റ്. ഇതൊരു ബൗൾ പോലത്തെ പ്ലേറ്റ് ആണ്. ഓക്കെ, നമ്മളെന്താ ചെയ്യണേ? നമ്മുടെ തന്തൂരി ബൂട്ടി. ഓ, വായന്ന് ബൂട്ടി എന്ന് പറഞ്ഞപ്പോൾ വെള്ള ചാടി. നേരത്തെ ജ്യൂസായിരിക്കും തന്തൂരിയുടെ അല്ലേ? ഗോൾഡിക്ക് കുഴപ്പമില്ല, എൻ്റെ തുപ്പലൊന്നും പ്രശ്നമുള്ള ആൾക്കാരല്ല. ഗോൾഡ് എല്ലാവുമായി തുപ്പൽ. ഗോൾഡ് നോക്കുക. ഇനി നമ്മളെന്താ ചെയ്യണമെന്നറിയോ? നല്ല നമ്മുടെ ഹോം മെയ്ഡ് തൈരുണ്ട് ഇവിടെ. ആ തൈര് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ ഡ്രിസിലിങ്. ഓക്കെ, ഓവ എന്താ തൈര് വീഴാത്ത കൊണ്ടേ പിണങ്ങിയ തൈരല്ലേ? ഈസി. ഇനി നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ ഇത് ഒരു ലെമൺ, ലെമൺ അത്ര പോരാ ഇന്ന് കിട്ടിയത്, ഒരു ലെമൺ വെച്ചിട്ട് ഇതിനെ ഗാർണിഷ് ചെയ്യാം. ആൻഡ് ദെർ വി ഗോ. ഈസി സാലഡ് അല്ലെങ്കിൽ ഈസി തന്തൂരി ചിക്കൻ. എത്ര നേരം വേണം? എന്തോരം വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചു? എന്താ കാരണം? ആ ചിക്കൻ്റെ സ്കിന്നിൻ്റെ മുകളിൽ അതിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ അതിൻ്റെ ഫാറ്റ് തന്നെയുണ്ട്. നമ്മൾ ആ ഫാറ്റ് ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്ത്. വെളിച്ചെണ്ണ വളരെ കുറവ്, ജസ്റ്റ് ഒന്ന് അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് മാത്രമേ ഉള്ളൂ. കണ്ണിൽ കൊണ്ട് ഹൗ വാസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ നമ്മുടെ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു ഏഷ്യൻ പ്ലാറ്റർ ചെയ്യണം. ഞാൻ അവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് റൈസ്. ഇനി ഈ റൈസിലേക്ക് ഇവരുടെ ഒരു മൂത്ര സോസ് ഇല്ലേ, നിങ്ങൾ ഞാൻ പണ്ടും കണ്ടിട്ടുണ്ടായിരിക്കും. ഫിഷ് സോസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ലേശം ഫിഷ് സോസ്, അതിൻ്റെ 10 ഇരട്ടി വെള്ളം, പച്ചവെള്ളം, പിന്നെ കുറച്ച് പഞ്ചസാര. മിക്സ് സോസ് റെഡി. ഇത് ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മൂത്രമണമുള്ളൊരു സോസാണ്. പക്ഷേ വൺസ് വി യൂസ് ടു ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് സോസായിട്ട് മാറും കേട്ടോ. അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, നമ്മൾ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ അവർ സാധാരണ സെർവ് ചെയ്യുക. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ അരിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഏഷ്യൻ സ്റ്റൈലിലാക്കി എടുക്കണ്ടേ? ഈ ചിക്കനെ ഞാൻ നമ്മുടെ നേരത്തെ ബട്ടർ ഇട്ടിട്ട് ആക്കിയിട്ടുള്ള നമ്മുടെ പാനിൽ അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ ഇട്ടു. ഒരു ലേശം ലൈം ജ്യൂസ്, ഒരു ലേശം സോയ് സോസ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബട്ടറിൽ വിത്ത് ലവ് ഒക്കെ പെട്ടെന്ന് ചെയ്യണം. നമുക്ക് സമയമില്ല, വേറെ ഒന്നുമല്ല. കുട്ടികളെ തന്നെ ഞങ്ങൾ ഈ റോക്കറ്റിൻ്റെ മുന്നിൽ നിർത്തിയ വഴി നിർത്തിയിട്ടുള്ളത്. എപ്പോൾ എണീക്കണോ അതിനേക്കാൾ മുന്നേ എല്ലാ പണിയും തീർക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഏഷ്യൻ റൈസിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ വെരി നൈസ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഡൺ. നേരത്തെ ബാക്കി വന്നിട്ടുള്ള ജ്യൂസുകളില്ലേ, വേണമെങ്കിൽ ചോപ്പിംഗ് ബോർഡിൻ്റെ ജ്യൂസ് നമുക്ക് എടുത്ത് ഒഴിക്കാം. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡിഷിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഡ്രൈ. ഓക്കെ, നമ്മുടെ ഏഷ്യൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ളും കൂടി ഇടാം. അപ്പോൾ ഒരു ലേശം ഗാർണിഷ് ആയില്ലേ, ലുക്സ് പെർഫെക്റ്റ്. ഓക്കെ, ലുക്ക് ബ്യൂട്ടിഫുൾ നൈസ് ചിക്കൻ. 2 ചിക്കൻ തൈസ് നമുക്ക് ഉപയോഗിക്കട്ടെ, എന്നാലേ പോർഷൻ ആവുള്ളൂ. ഇത് കുറച്ചേ ഉള്ളൂ പോർഷൻ. ഓക്കെ, ഇനി നമ്മുടെ തന്തൂരി ചിക്കൻ നോക്കിയാൽ, തന്തൂരി ചിക്കൻ ഹിയർ, ഈസി, ലുക്ക് ബ്യൂട്ടിഫുൾ. Okay, there. Oh, with a nice hand of tandoor chicken, and we eat. Look. You eat, we watch. Yeah, we eat. I eat, you watch. Oh. Too much freshness. Beautiful. നമ്മുടെ ഏഷ്യൻ. Okay, the little bit of a rice. Beautiful. Easy cooking. Come on, Golda. You're welcome. പിങ്ങപ്ര വാടാ. തന്തൂരി ചിക്കൻ കഴിക്കുന്നില്ലേ? ആ, പിങ്ങിന് റൈസ് കണ്ട പിന്നെ ഒരു രക്ഷയില്ല കേട്ടാ. പൊട്ടിച്ചൂട്. തിന്നിട്ട് പറഞ്ഞാൽ മതി. നല്ല ജ്യൂസാണ്. നീ അത് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പറയാം. അല്ല, ആ ടേസ്റ്റ് അറിയാണ്ട്.
നല്ല ഫ്ലേവർഫുൾ ആട്ടാ, നല്ല ജ്യൂസിയാണ് ചിക്കൻ ആക്ച്വലി. പിന്നെ അങ്ങനെ ഞാൻ മുന്നോട്ടാക്കാനാ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. നല്ല ജ്യൂസിയാണ്. ഈ റൈസിന്റെ ആ സ്റ്റോക്കിന്റെ സൂപ്പർ ടേസ്റ്റ്. ശരിക്കും നമ്മൾ ഏഷ്യൻ കടയിൽ പോയിട്ട് കഴിക്കണ പോലത്തെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? കുറച്ചുകൂടി നമുക്ക് നോക്കാം, ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആക്കി എടുക്കാട്ടാ. അതായത് ഇപ്പോൾ തന്തൂരിയിൽ ശരിക്കും നമുക്ക് തന്തൂരി സ്പൈസസ് യൂസ് ചെയ്യാം, പിന്നെ എരിവിന് മുളക് യൂസ് ചെയ്യാം, നമ്മുടെ കൊറിയാണ്ടർ പൗഡേഴ്സ് യൂസ് ചെയ്യാം, ഗരം മസാല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഇതാക്കി എടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് കളറും കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് സാലഡും, സോ ഈസി. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി തുടങ്ങി 2 ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കും, 2-3 പേരെ വരണുള്ളൂ, ഒരു 4 ചിക്കൻ മേടിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിന്നോടെ തന്നെ ബോൺലെസ് തന്നെ മേടിക്കാൻ കിട്ടും. ഇവിടെ അങ്ങനെ കിട്ടാറില്ല, സ്കിന്നും കൂടെ കളഞ്ഞിട്ടുള്ള ബോൺലെസ് ആണ് കിട്ടാറ്. നമുക്കൊരു സ്കില്ലാവും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കി പഠിക്കാനായിട്ട്. ഈസി ആയിട്ട് തന്തൂരി ചിക്കൻ ആണെങ്കിൽ ഇതും വേണ്ട വെച്ചാൽ വളരെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും റബ്ബും അവസാനം ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. വെരി ഈസി. നീ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ ഹൗ വാസ് ഇറ്റ്? അവള് കഴിക്കണ ഞാൻ കണ്ടില്ലല്ലോ. It's juicy, crispy. Yeah. And I think you had a soy sauce. The soy sauce tastes good with the chicken. സോയ് സോസ്. ഓക്കെ ഓക്കെ ഓക്കെ. I think so, yeah. ക്രിട്ടിക്ക് വന്നിട്ടുണ്ട്. അടുത്ത് എന്താ ചോദിക്കട്ടെ? ചെറു പീസ് എടുക്കുക, അത് നിനക്ക് തിന്നാൻ പറ്റില്ല. നീ ആ ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പമുള്ളൂ ആകെ. തന്തൂരി ചിക്കന്റെ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ചാറ്റ് മസാലയുടെ അല്ലേ? ആ ചാറ്റ് മസാലയാണ് അത് തരണേ കേട്ടോ. ചാറ്റ് മസാല ഇസ് എ ട്രിക്ക്. പ്രിറ്റി മച്ച് സിമിലർ ഫ്ലേവേഴ്സ് ആണ്. ഏതാ? എനിക്ക് ഏഷ്യൻ ഗോൾഡ് ക്യാറ്റ് ഇഷ്ടപ്പെട്ട് ഇതാണ്. ഇത് ഞങ്ങളിടയ്ക്ക് കടയിൽ പോയിട്ട് കഴിക്കണം. എടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ടേസ്റ്റ് ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ എടുക്കുന്നുണ്ട്. ഏതാ നിനക്ക് ഇഷ്ടപ്പെട്ടെ? I don't feel the flavor in that one. ഇതിൽ ഫ്ലേവർ തോന്നിയില്ല? No. ഓക്കെ. I don't feel the പിങ്ങുവിന് ടിക്കയിൽ ഫ്ലേവർ തോന്നിയില്ല. ഏറ്റവും കൂടുതൽ ഫ്ലേവർ തോന്നിയത് ഏഷ്യനാണ്. സി വെരി സിമ്പിൾ. പിങ്ങുവിന് ഫ്ലേവർ തോന്നണമെങ്കിൽ ലേശം കാപ്സ് കയറണം, അന്തമാരി ഹാൾ. ഓക്കെ, അപ്പോൾ ഈസി. ട്രൈ ഇറ്റ് ഔട്ട്, ലെറ്റ് മീ നോ. ഈസി കുക്കിംഗ്. 15 ഗ്രാം വെളിച്ചെണ്ണ മതി. ബേസിക്കലി നമ്മളത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ചിക്കൻ്റെ ഫാറ്റ് തന്നെയാണ് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണേ. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി വന്ന ബോൺ ഉപയോഗിച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ബിരിയാണി, സൂപ്പ്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. ആൻഡ് വെരി ഹെൽത്തി ഡ്രിങ്കാണ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാൻ. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ.